ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ബ്രിഞ്ചോൾ വാങ്ങിയിരിക്കുന്നതാണ്. അതല്ലാണ്ട് ഞങ്ങൾ ചുമ്മാ അങ്ങനെ വറക്കാനൊക്കെ വാങ്ങിക്കും, അല്ലാണ്ട് അങ്ങനെ അധികം വാങ്ങിക്കാത്തൊരു വെജിറ്റബിളാണ് ആ വലിയ ബ്രിഞ്ചോൾ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗാർലിക് ബ്രിഞ്ചോൾ ഫ്രൈ എന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഉണക്കമുളക് വെള്ളത്തിലിട്ട് വയ്ക്കണം. ഞാനിവിടെ നമ്മൾ സാധാ വറുത്തിടാൻ എടുക്കണ ഒരു ഈ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് 3 എണ്ണം, പിന്നെ മറ്റേ കാശ്മീരി ചില്ലില്ലേ പിരിയൻ മുളക്, അതും 3 എണ്ണം എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കണം. ഞാനൊരു 15 മിനിറ്റ് ഇട്ടിട്ട് അപ്പം തന്നെ എടുത്തു. എന്നിട്ട് ഇതാ വാരി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഗാർലിക്കാണ് വേണ്ടത്. ഗാർലിക് കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കത് 2 മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ എക്സ്ട്രാ ഞാനൊന്ന് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്, പിന്നെ എണ്ണയും കൂടി ഒഴിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെയാണോ ആന്ധ്രയിലെയാണോ കർണാടകയിലെ ഡിഷാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏതോ നമ്മുടെ കേരളത്തിലല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടണമല്ലോ എന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ അധികം അരഞ്ഞില്ല, അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഞാൻ അരയ്ക്കുന്നുണ്ട് കേട്ടോ. തോന്നാം മുളകൊന്ന് ശരിക്കും അരയണം. മുളക് അധികം നേരം കുതിരാനിടാത്ത കാരണമാണ് തോന്നുന്നു അങ്ങനെ അരഞ്ഞിട്ടാഞ്ഞ്. ഇതപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനധികം കളർ തോന്നിയില്ല. അപ്പോൾ എന്തായാലും അതിലേക്ക് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ബ്രിഞ്ചോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്തിരി തിക്കായിട്ട് തന്നെ ഇതിന് കട്ട് ചെയ്യണം. അതായത് ഈ സൈഡ് 2 ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് അത്രയും കട്ടിയിൽ തന്നെ എടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് മസാലയൊക്കെ തേക്കുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെയാണ് വരഞ്ഞു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ മസാല തേക്കണം. മസാല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അധികം കളറൊന്നും തോന്നിയില്ല അതിന്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കയ്യിൽ തന്നെ ഇങ്ങനെ എടുത്തങ്ങനെ ചേർക്കായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. 2 സൈഡും തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനും ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് മറിച്ചിട്ടിട്ട്, ഒരു സൈഡല്ല, നമ്മളത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിടണം. നന്നായിട്ട് മൊരിയാൻ നിൽക്കരുത്. ചിലപ്പോൾ ചില തവയുടെയൊക്കെ അടിയിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ വല്ലാണ്ട് അങ്ങോട്ട് മൊരിയനേക്കാളും മുമ്പായിട്ട്, വേഗം തന്നെയല്ല മുമ്പായിട്ട് തന്നെ മറിച്ചിടാം. അടച്ചു വെച്ചൊന്ന് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കുറച്ചധികം നേരം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിൽ വേണമെങ്കിൽ ഇട്ടിട്ടും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലും കേട്ടോ അത് ശരിക്കും ഉള്ളൊക്കെ വേവുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രൈ ആയി വന്നപ്പോൾ നേരെ എടുത്ത് ഞാൻ ചോറിൻ്റെ മുകളിലേക്ക് അങ്ങനെ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള തിരക്കിൽ ഞാൻ വേഗം തന്നെ അതിനെ കയറി പിടിച്ചെങ്കിൽ ഞാൻ അത് പൊട്ടിച്ചെടുക്കാനും തോന്നിക്കിട്ടോ. അമ്മ നല്ല ചൂടായിരുന്നു, ഉള്ളിൽ നല്ല തിക്കായിട്ട് കട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ അത് നല്ല ചൂടിലിരിക്കുകയായിരുന്നു. എൻ്റെ കൈ ഉണ്ടല്ലോ, ഞാൻ സ്വർഗ്ഗം കണ്ടു. അത് കഴിഞ്ഞ് ചൂടൊക്കെ അറിയതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കിയതാണ്. പക്ഷെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്കിതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. വീഡിയോയിൽ കാണിക്കണ അത്രയും ഇതൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ സാധാരണ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ വറക്കില്ല, വിനെഗറൊക്കെ ഒഴിച്ചിട്ട്, ആ ഒരു ബ്രിഞ്ചോളിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സീ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.